അടുത്ത മാസമാണ് നാം നമ്മുടെ സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുക. അതിന് മുൻപിതാ ജെൻസിയുടെ ഒരു സ്വാതന്ത്ര്യ ദിന പ്രഖ്യാപനം ഇന്ന് നടന്നിരിക്കുന്നു. അവർ ഹിറ്റടിച്ചിരിക്കുന്നു. ആർക്കെതിരെയാണ് ഹിറ്റടിച്ചിരിക്കുന്നത്? പാറ്റകൾ. സാധാരണ പാറ്റകൾക്കെതിരെയാണ് ഹിറ്റടിക്കുന്നത്. പക്ഷേ ഇത്തവണ പാറ്റകൾ പ്രധാനമന്ത്രിക്കെതിരെ ഹിറ്റടിച്ചിരിക്കുന്നു. എന്താണ് ആ ഹിറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? അതായത് ധർമ്മേന്ദ്ര പ്രധാൻ അദ്ദേഹത്തിൻ്റെ സ്ഥാനം രാജിവെക്കണം, മന്ത്രി സ്ഥാനം രാജിവെക്കണം. നീറ്റിൻ്റെ പരാജയങ്ങളുടെ ചുമതല ഏറ്റെടുത്ത് 21 കുട്ടികളുടെ ജീവഹാനിയുടെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് ഇത്രയധികം യുവജനങ്ങളുടെ പീഡനാത്മകമായ രീതിയിൽ പോലീസിനെ ഉപയോഗിച്ചും പവർ കട്ട് ചെയ്തും ഒക്കെ അവരെ ബുദ്ധിമുട്ടിച്ചതിൻ്റെ പേരിനൊക്കെ മാപ്പ് ചോദിക്കണം. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ടാണ്. ഇല്ലെങ്കിൽ ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കുന്നില്ലെങ്കിൽ പ്രധാനമന്ത്രി രാജിവെക്കണം. അതായിരുന്നു അവരുടെ ഹിറ്റ്. പ്രധാനമന്ത്രി രാജിവെക്കുക എന്ന ഹിറ്റാണ് അവരടിച്ചത്. ആ ഹിറ്റ് അടിച്ചതോടെ കേന്ദ്ര ഗവൺമെൻറ് തന്നെ കുഴപ്പത്തിലായി. ഇനി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ച് ഒഴിഞ്ഞില്ലെങ്കിൽ പ്രശ്നങ്ങൾ അതീവ ഗുരുതരമാകുമെന്ന് അവർക്ക് മനസ്സിലായി. അതുകൊണ്ടാണ് ആ പാറ്റകൾ അടിച്ച ഹിറ്റ് കൊണ്ട് ഗവൺമെൻറ് തകർന്നതും ആ തകർച്ചയുടെ ഫലമായിട്ട് ഇതുവരെ കണിശ നിർബന്ധ ബുദ്ധിയോടെ ചില പരസ്പര സംഭാഷണത്തിലൂടെയൊക്കെ ഈ പ്രശ്നം പരിഹരിക്കാം എന്ന് കരുതിയിരുന്ന് ആ സംഭാഷണങ്ങൾ കൊണ്ടൊന്നും കാര്യം നടക്കുകയില്ല എന്ന് ഉറപ്പ് വന്നു. അങ്ങനെ ഉറപ്പ് വന്നപ്പോൾ ഒരു പക്ഷേ ധർമ്മേന്ദ്ര പ്രധാൻ തനിയെ ഞാൻ ഒഴിഞ്ഞു പോയിക്കൊള്ളാം എന്ന് പറഞ്ഞ് ഒഴിഞ്ഞതാകാം. ഏത് തരത്തിലാണെങ്കിലും അദ്ദേഹത്തിനു മേൽ സമ്മർദ്ദമുണ്ടായി. ആ സമ്മർദ്ദത്തിൻ്റെ ഫലമായാണ് അദ്ദേഹം ഒഴിഞ്ഞു പോകുന്നത്. അപ്പം നമുക്ക് ഈ ഒരവസ്ഥയിലാണ് നമ്മുടെ യുവശക്തിയെപ്പറ്റി ആലോചിക്കേണ്ടത്. ഏതൊരു രാജ്യത്തിൻ്റെയും യഥാർത്ഥ ശക്തി എന്ന് പറയുന്നത് യുവശക്തിയാണ്. ഇപ്പം ഇന്ത്യ 1ാമത്തെ പോപ്പുലേഷൻ രാജ്യമാണ് രൂപം പ്രാപിച്ച, അതായത് കണക്കുകൾ വന്ന ആ സമയത്ത് ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി പറഞ്ഞ ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യമുണ്ട്. 1ാമത്തെ പോപ്പുലേഷൻ ആണെങ്കിലും നമ്മുടെ പോപ്പുലേഷൻ്റെ ശരാശരി വയസ്സ് 28ആണ്. ഇപ്പോൾ അത് 28 അരയോ മറ്റോ ആയിട്ടുണ്ട്. 28ഓ 28.5 ആയാലും കുഴപ്പമില്ല. എന്ന് വെച്ചാൽ യൂത്ത്ഫുൾ ആയിട്ടുള്ള ഇന്ത്യ, അതാണ് ഇന്ത്യയുടെ പ്രത്യേകത. പോപ്പുലേഷൻ വലുതാണെങ്കിലും. അപ്പോൾ യൂത്ത്ഫുൾ ആയിട്ടുള്ള ഇന്ത്യ ആയതുകൊണ്ട് തന്നെ ഈ യൂത്തിൻ്റെ ബൗദ്ധികവും ശാരീരികവുമായ കഴിവുകളെ പ്രയോജനപ്പെടുത്തി വികസനത്തിലേക്ക് കുതിക്കാൻ ഇന്ത്യക്ക് കഴിയും എന്നായിരുന്നു അന്ന് എന്ന് പറഞ്ഞാൽ 2025 മെയ് മാസം. 2025 മെയ് മാസത്തിലാണ് 1ാമത്തെ ലോക ജനസംഖ്യയായി ഇന്ത്യ മാറുന്നത്. ആ ദിവസമാണ് അദ്ദേഹം ഇങ്ങനെ ഒരു പ്രസ്താവന നടത്തുന്നത്. അപ്പോൾ ആ പ്രസ്താവന അദ്ദേഹം നടത്തി കഴിയുന്നതിന് മുൻപ് തന്നെ യുവജന ശക്തിയെ എങ്ങനെ പ്രയോജനപ്പെടുത്തണം എന്ന് പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ 2014 കന്നി ബജറ്റിന് മുൻപുള്ള ഇൻട്രോയിൽ അദ്ദേഹം പറഞ്ഞിരുന്നു, ഞാൻ എങ്ങനെയാണ് ഇവിടുത്തെ യുവജന ശക്തിയെ ശക്തിപ്പെടുത്താൻ പോകുന്നത്. യുവതയുടെ ഇന്ത്യയാണ്. ഈ ഇന്ത്യയെ ഞാൻ എങ്ങനെ ശക്തിപ്പെടുത്തും, എങ്ങനെ വികസനത്തിലേക്ക് നയിക്കും എന്ന് അദ്ദേഹം പരാമർശിക്കുകയുണ്ട്. എങ്ങനെയാണ് അദ്ദേഹം പരാമർശിച്ചത്? ഞാൻ ടെക്നോളജി, ട്രെയിനിങ്, ട്രേഡ്, ടൂറിസം, ട്രഡീഷൻ, ഇങ്ങനെയുള്ള 5 പ്രധാന മാർഗങ്ങളിലൂടെ, ഈ 5 പ്രധാന മാർഗങ്ങളിലൂടെ, അപ്പോൾ അതിലെ 1ഉം 2ഉം നമ്മൾ നോക്കണം. ടെക്നോളജി, ട്രെയിനിങ്. അപ്പോൾ ഈ ടെക്നോളജി ട്രെയിനിങ് എന്ന് പറയുമ്പോൾ അത് ആത്യന്തികമായി പ്രയോജനപ്പെടുത്തുന്നത് യുവതയ്ക്കാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ അടുത്ത കാലത്ത് ഇതുവരെയും നടത്താതിരുന്നതുപോലെ മെയ്ക്ക് ഇൻ ഇന്ത്യ, മെയ്ക്ക് ഇൻ ഇന്ത്യ, ഇങ്ങനെയുള്ള ഒരുപാട് ഉദ്വേഗജനകമായ മുദ്രാവാക്യങ്ങളൊക്കെ അതിനുശേഷം രൂപം കൊള്ളുന്നത് നമ്മൾ കണ്ടു. പക്ഷേ രൂപം കൊള്ളുന്നത് നമ്മൾ കണ്ടെങ്കിലും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഈ യുഗത്തിൽ വളരെ പെട്ടെന്നാണ് ടെക്നോളജിയിൽ മാറ്റം വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ വളരെ പെട്ടെന്ന് ടെക്നോളജിയിൽ മാറ്റം വരുന്നതിനനുസൃതമായി
നമ്മുടെ യൂണിവേഴ്സിറ്റികളോ നമ്മുടെ ടെക്നോളജിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടുകളോ നമ്മുടെ IIMകളോ മറ്റു മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട്സോ ഈ പറയപ്പെട്ട ഒരു മേഖലകളിലും ലോകത്ത് വന്നുകൊണ്ടിരിക്കുന്ന ആ വലിയ മാറ്റത്തിൻ്റെ കാഹളധ്വനി കേൾക്കുകയോ അതിനനുസരിച്ചുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുകയോ ചെയ്യുന്ന കാര്യത്തിൽ നമ്മുടെ ഗവൺമെൻറ് BJP ഗവൺമെൻറ് അമ്പേ പരാജയമായിരുന്നു. കാരണം ഇപ്പോൾ ചൈന തന്നെ, നമ്മളെപ്പോലെ ഒരു വികസ്വര രാഷ്ട്രമാണ് ചൈന. ആ വികസ്വര രാഷ്ട്രമായ ചൈന 6% GDPയുടെ 6% ചെലവഴിക്കുമ്പോൾ, എവിടെ ചെലവഴിക്കുമ്പോൾ? വിദ്യാഭ്യാസ മേഖലയിൽ ചെലവഴിക്കുമ്പോൾ ഇന്ത്യയുടെ ബജറ്റ് എടുത്ത് നോക്കുക, 2014 ശേഷമുള്ള ഏത് ബജറ്റ് എടുത്ത് നോക്കിയാലും 1% താഴെ, GDPയുടെ 1% താഴെയാണ് വിദ്യാഭ്യാസത്തിന് വേണ്ടി മാറ്റിവെച്ചിട്ടുള്ളത്. എങ്ങനെ ചൈനയുമായിട്ട് ഇന്ത്യക്ക് കടപിടിക്കാൻ ഒക്കും? ചൈന എത്ര സ്പീഡിലാണ് ടെക്നോളജിക്കൽ ഡെവലപ്മെൻറ്റിൽ മുന്നേറിക്കൊണ്ടിരിക്കുന്നത് എന്ന് നമുക്കറിയാം. ടെക്നോളജിക്കൽ ഡെവലപ്മെൻറ്റിൽ മുന്നേറ്റത്തിൽ 1-ാം സ്ഥാനത്ത് നിൽക്കുന്ന അമേരിക്കയെ എങ്ങനെ കടത്തിവെട്ടാം എന്ന രീതിയിലുള്ള ചിന്തയുമായിട്ടാണ് ചൈന അഡ്വാൻസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതൊക്കെ നോക്കിക്കണ്ട് നിന്നിട്ടും ഇന്ത്യ 1% താഴെ മാത്രം ചെലവഴിക്കുന്നു എന്ന് മാത്രവുമല്ല, ഈ നമ്മുടെ സർവകലാശാലകളോ നമ്മുടെ IITകൾ പോലും, NITകളെ പേര് മാറ്റി കേട്ടോ, ഗവൺമെൻറ് വന്നതിന് ശേഷം അതുവരെ ഉണ്ടായിരുന്ന എന്താ പറയുക, ഈ എൻജിനീയറിങ് അങ്ങനെയുള്ള എല്ലാ ഇൻസ്റ്റിറ്റ്യൂട്ട്സിൻ്റെയും പേരിൽ മാറ്റം വരുത്തിയിട്ടുണ്ട്. ആ പേരുകളിൽ മാറ്റം വരുത്തിയതല്ലാതെ അതിൻ്റെ ക്വാളിറ്റിയിൽ യാതൊരു മാറ്റവും വരുത്തിയിട്ടില്ല. മാറ്റം വരുത്തിയിട്ടില്ലെന്ന് മാത്രവുമല്ല, ഈ തൽസ്ഥിതി തുടരുക എന്ന് പറഞ്ഞാൽ ഇത് പുറകോട്ട് പോവുക എന്നാണ്. ടെക്നോളജിയുടെ കാര്യത്തിൽ ടെക്നോളജി വളരെ പെട്ടെന്ന് വളരുമ്പോൾ നാം തൽസ്ഥിതി തുടർന്നുകൊണ്ടിരിക്കുന്നു എന്ന് വച്ചാൽ നമ്മുടെ ടെക്നോളജി ഔട്ട് ഓഫ് ഡേറ്റ് ആയിക്കൊണ്ടിരിക്കുന്നു എന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അങ്ങനെ ഔട്ട് ഓഫ് ഡേറ്റ് ആയിക്കൊണ്ടിരിക്കുന്ന ടെക്നോളജി മൂലം എന്താണ് സംഭവിക്കുന്നത്? നേരത്തെ, അതായത് ഒരു 2010 കാലഘട്ടത്തിലൊക്കെ IITകളിൽ നിന്നൊക്കെ 100% ക്യാമ്പസ് പ്ലേസ്മെൻ്റ് ആയിരുന്നു. ഇപ്പോൾ നിങ്ങൾ വെബ്സൈറ്റിൽ കയറി നോക്കൂ, IITകളുടെ 10 മുതൽ 15% വരെ പേര് IITകളിൽ നിന്ന് പോലും പ്ലേസ്മെൻറ്റ്, ക്യാമ്പസ് പ്ലേസ്മെൻറ്റ് കിട്ടുന്നില്ല. അതാണ് അവസ്ഥ. അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിൽ മഹാത്മാഗാന്ധി എന്താ പറഞ്ഞിരിക്കുന്നത് ക്യാമ്പസുകളെ പറ്റി? അദ്ദേഹത്തിൻ്റെ വില്ലേജ് സ്വരാജിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? വില്ലേജ് സ്വരാജിൻ്റെ പേജ് 42 വെബ്സൈറ്റിൽ നിന്ന് എൻ്റെ ഏത് സുഹൃത്തിന് വേണമെങ്കിലും ഇത് നോക്കിയെടുക്കാം കേട്ടോ. നൈ താലിം, NAITALIM, നൈ താലിം എന്നാണ് അദ്ദേഹം പറയുന്നത്. എന്താണ് ഈ നൈ താലിം എന്ന് പറയുന്നത്? എഡ്യൂക്കേഷൻ മീൻസ് സെൽഫ് സപ്പോർട്ടിങ്. എന്താണ് സെൽഫ് സപ്പോർട്ടിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? എഡ്യൂക്കേഷൻ എന്ന് വെച്ചാൽ ബോഡി, മൈൻഡ്, സ്പിരിറ്റ്, ഇത് 3ഉം ഒരുപോലെ വളരുന്നതാണ്. ശരീരം വളരുന്നതിനോടൊപ്പം മനസ്സും ബുദ്ധിയും, അതായത് പ്രവർത്തന ശക്തിയും പ്രവർത്തനക്ഷമതയും വളരുക എന്നാണ്. അപ്പോൾ അദ്ദേഹം പറയുന്നത് വിദ്യാഭ്യാസം ഓരോ വിദ്യാർത്ഥിയെയും പഠനത്തോടൊപ്പം ഉൽപാദനക്ഷമതയും ഉള്ള ഒരാളാക്കി മാറ്റണം. അതായത് അതുകൊണ്ടാണ് വില്ലേജ് സ്വരാജ്, സ്വന്തം കാലിൽ നിൽക്കുന്ന ഗ്രാമങ്ങളാണ് അദ്ദേഹം മനസ്സിൽ കണ്ടത്. അപ്പോൾ നമ്മുടെ ഇന്ത്യ സ്വന്തം കാലിൽ നിൽക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ക്യാമ്പസുകളിൽ നിന്ന് വളർന്നു വരുന്ന ഓരോ കുട്ടിയും എങ്ങനെയായിരിക്കണം? സ്വന്തം കാലിൽ നിൽക്കാൻ കഴിവുള്ളവനുമായിരിക്കണം. എന്ന് വച്ചാൽ ഏതെങ്കിലും തരത്തിലുള്ള വളരെ നിർണായക പ്രാധാന്യമുള്ള പ്രവർത്തനങ്ങൾ, സംരംഭകത്വ മികവ്, ടെക്നോളജിക്കലി അഡ്വാൻസ്ഡ് ആയിരിക്കണം, കാലത്തിന് അനുയോജ്യമായിരിക്കണം, ലോകത്തിന് ആവശ്യമുള്ളതായിരിക്കണം. അങ്ങനെയുള്ള വിപ്ലവാത്മകമായ കർമ്മശേഷി സംഭരിച്ചുകൊണ്ട്, സംരംഭകത്വ ശേഷി സമ്പാദിച്ചുകൊണ്ട് വേണം ഓരോ വിദ്യാർത്ഥിയും ക്യാമ്പസിൽ നിന്ന് പുറത്തിറങ്ങാൻ. അതിനുള്ള എന്ത് സാഹചര്യമാണ് നമ്മുടെ ഇന്ത്യയിലെ ക്യാമ്പസുകളിൽ ഉള്ളത്? അതായത് NITകളിലും IITകളിലും നിന്ന് ഇറങ്ങുന്ന കുട്ടികൾ പോലും തിയറി മാത്രം പഠിച്ചിട്ടാണ് ഇറങ്ങുന്നത്. അവർക്ക് പ്രാക്ടിക്കൽ വിസ്ഡം ഒട്ടുമേ ഇല്ല. അത് തന്നെയാണ് ഏത് കലാശാലയിൽ ചെന്നാലും നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ ഈ എല്ലാ കലാശാലകളെയും അതിനുള്ള, അതായത് കർമ്മശേഷി വികസിപ്പിക്കുന്നതിനുള്ള മേഖലകളാക്കി മാറ്റണം.
അങ്ങനെ മാറ്റിയാൽ മാത്രമേ ഈ നൈതാലിം, മഹാത്മാഗാന്ധി പറയുന്ന നൈതാലിം മോഡലിലേക്ക് നമ്മുടെ കലാശാലകൾ എത്തിച്ചേരൂ, നമുക്ക് സ്വാശ്രയ ഭാരതമായി വികസിത ഭാരതത്തിനായി തീരാൻ പറ്റുകയുള്ളൂ. അപ്പോൾ ഇതൊന്നും ഇല്ലാത്ത ഇന്ത്യ, അതാണ് ഇന്ത്യയിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയുള്ള ഇന്ത്യയിലാണ് ഈ പറയപ്പെട്ട യുവാക്കളെ പാറ്റകളോട് ഉപമിക്കുന്നത്. പാറ്റകളോട് ഉപമിച്ചത് ഒട്ടും മോശക്കാരായ ആൾക്കാരല്ല, ഒരിക്കലും അത്തരം പ്രയോഗങ്ങൾ പാടില്ലാത്തവരാണ്. ഒരു പക്ഷേ അവരൊരു തമാശയ്ക്ക് വേണ്ടിയിട്ട്, അതായത് ഇന്ത്യയുടെ ഒരു ദുരവസ്ഥ ഒരു പക്ഷേ പ്രധാനമന്ത്രിക്ക് കൂടി മനസ്സിലാകാൻ വേണ്ടിയാകാം അങ്ങനെ പിന്നെ സുപ്രീം കോടതിയിലെ ചീഫ് ജസ്റ്റിസ് തന്നെ ഇങ്ങനെ ഒരു പരാമർശം, പാറ്റകൾ എന്നൊരു പരാമർശം നടത്തുന്നത് അദ്ദേഹം യുവജനതയെ പരിഹസിക്കാനായിരിക്കുകയില്ല ഉദ്ദേശിച്ചത്. ഇത് പ്രധാനമന്ത്രിയുടെ മുൻപിൽ തന്നെ ഈ ചിന്ത വരണം എന്നായിരിക്കണം അദ്ദേഹം ഉദ്ദേശിച്ചിരിക്കുക. ഏതായാലും ആ പാറ്റകൾ ഒട്ടും മോശക്കാരല്ല എന്ന് കാണിച്ചതുകൊണ്ടാണ് അഭിജിത്ത് ദീപ്കയുടെ തുടക്കം പാറ്റ എന്നൊരു സംഘടനയോടുകൂടി ആ പാറ്റ ഇപ്പോൾ ലോകം അറിയപ്പെടുന്ന ഒരു യൂത്ത് സംഘടനയായി മാറി. അതിനോട് മറ്റെല്ലാ രാഷ്ട്രീയ പാർട്ടികളും കൈകോർക്കുന്നു. അതിനേക്കാൾ നല്ല അഭികാമ്യമായ കാര്യമാണ്. തീർന്നില്ല, അവസാനം ഒരു തരത്തിലും മുട്ടുമടങ്ങില്ല, ഏത് പാർട്ടിയുടെയും പ്രതിപക്ഷത്തിൻ്റെയും ഒക്കെ അടുക്കെ മുട്ടുമടക്കില്ല എന്ന് പറഞ്ഞ് ഉറച്ച തീരുമാനവുമായിട്ട് മുൻപോട്ട് പോയി. അതായത് വളരെ ക്രൂരമായി വിദ്യാർത്ഥികളെ പോലീസിനെ കൊണ്ടുമൊക്കെ കൈകാര്യം ചെയ്യിപ്പിച്ച ഗവൺമെൻറ് തന്നെ അവസാനം അടിയറവ് പറഞ്ഞു. അവിടെയാണ് അവരടിച്ച ഹിറ്റ് വളരെ പ്രധാനമായത്.